2025 മെയ് മാസം ആകാശ നിരീക്ഷകർക്ക് വളരെ ആവേശകരമായൊരു മാസമാണ്. ഉൽക്കാവർഷം, ഗ്രഹസംഗമം, റോക്കറ്റ് വിക്ഷേപണങ്ങൾ, സൂപ്പർനോവ തുടങ്ങിയ അത്യപൂർവമായ കാഴ്ചകളാണ് ഈ മാസം വരാനിരിക്കുന്നത്. എപ്പോഴാണ് ഈ കോസ്മിക് ഇവന്റ്സ് സംഭവിക്കുക, എങ്ങനെയാണിത് നമുക്ക് കാണാൻ സാധിക്കുക എന്നതൊക്കെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. 2025 മെയ് 5-നും 6-നും ഈറ്റ അക്വേറിഡ് ഉൽക്കാവർഷം കാണാൻ സാധിക്കും. ഇത് ഹാലീസ് കൊമറ്റിന്റെ കണികകൾ കാരണമാണ് ഉണ്ടാകുന്നത്. ഈ ഉൽക്കകൾ സെക്കൻഡിൽ 40 മൈൽസ് വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ മനോഹരമായ തിളങ്ങുന്ന ഉൽക്കാവർഷം കാണാൻ സാധിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം ആകാശത്തേക്ക് നോക്കിയാൽ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് മണിക്കൂറിൽ 50 ഉൽക്കകളും നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് 10 മുതൽ 20 ഉൽക്കകൾ വരെ കാണാൻ സാധിക്കും. ഇനി ചന്ദ്രനെ കുറിച്ച് നോക്കാം. മെയ് 3-ന് ചന്ദ്രൻ ചൊവ്വയുടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും. പക്ഷേ ചന്ദ്രന് വെറും 5% മാത്രമേ പ്രകാശമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ തിളങ്ങുന്ന ചൊവ്വയെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. മെയ് 12-ന് നമുക്ക് ഫ്ലവർ മൂണിനെ കാണാൻ കഴിയും. പക്ഷേ ഇതൊരു മൈക്രോ മൂൺ ആയിരിക്കും. അതായത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്ഥാനത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. മെയ് 14-ന് ചന്ദ്രനെ സ്കോർപിയസ് കോൺസ്റ്റലേഷനിലെ ചുവന്ന നക്ഷത്രമായ ആൻറ്റേറസിന്റെ അടുത്ത് കാണാൻ സാധിക്കും. മെയ് 22-ന് ചന്ദ്രനെ ശനിക്കും നെപ്റ്റ്യൂണിനും സമീപം കാണപ്പെടും. അത് കഴിഞ്ഞ് മെയ് 23-ന് പുലർച്ചെ വീനസിന്റെ അടുത്തായി ചന്ദ്രനെ കാണാൻ സാധിക്കും. ഇതൊക്കെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുമെങ്കിലും ഒരു ബൈനോക്കുലർ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി ഗ്രഹങ്ങളെ കുറിച്ച് നോക്കാം. ഈ മാസം മുഴുവൻ സൂര്യോദയത്തിന് മുൻപ് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ തിളങ്ങുന്ന വീനസിനെ കാണാൻ സാധിക്കും. വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ സാറ്റേണിനെയും മാഴ്സിനെയും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മാസം വരാനിരിക്കുന്ന റോക്കറ്റ് വിക്ഷേപണങ്ങളെ കുറിച്ച് നോക്കാം. ഈ മാസം ഒരുപാട് റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിറഞ്ഞതാണ്. മെയ് 4-ന് സ്പേസ് എക്സിന്റെ 2 ഫാൽക്കൺ 9 റോക്കറ്റുകൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിക്ഷേപിക്കും. ഒന്ന് ഫ്ലോറിഡയിൽ നിന്നും മറ്റൊന്ന് കാലിഫോർണിയയിൽ നിന്നുമാണ് വിക്ഷേപിക്കുക. ഓരോന്നിലും നിരവധി സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളാണ് ഉണ്ടാവുക. ഈ മാസം അവസാനത്തോടു കൂടി സ്പേസ് എക്സ് ഒരു റോക്കറ്റ് കൂടി വിക്ഷേപിക്കും. ഇവ എലോൺ മസ്കിന്റെ മെഗാ കോൺസ്റ്റലേഷൻ പദ്ധതിയുടെ ഭാഗമായി ലോകത്തിന്റെ വിദൂര ഭാഗങ്ങളിലേക്ക് ബ്രോഡ്ബാൻഡ് എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മെയ് 5-ന് ചൈന ലോങ് മാർച്ച് 12 എന്ന റോക്കറ്റിൽ സാറ്റ്നെറ്റ് സാറ്റലൈറ്റ് വിക്ഷേപിക്കും. ഇതൊരു ഇന്റർനെറ്റ് കോൺസ്റ്റലേഷൻ ബ്രോഡ്ബാൻഡ് ആണ്. മെയ് 17-ന് ISRO റിസാറ്റ് 1B സാറ്റലൈറ്റ് വിക്ഷേപിക്കും. ഇതൊരു റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. PSLV XL റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഈ ഉപഗ്രഹം ഏത് കാലാവസ്ഥയെയും അതിജീവിച്ച് 24 മണിക്കൂറും ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. മെയ് 29-ന് പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ ആക്സിയം സ്പേസ് അവരുടെ 4ാമത്തെ ദൗത്യമായ AX-4 മിഷൻ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വിക്ഷേപിക്കും. പോളണ്ട്, ഹംഗറി, അമേരിക്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 4 പേരാണ് ഈ ദൗത്യത്തിൽ ഉണ്ടാവുക. ഇന്ത്യയിൽ നിന്ന് ശുഭാൻശു ശുക്ലയാണ് ഉണ്ടാവുക. ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം മൈക്രോ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ്. മെയ് 15-ന് ആദ്യ ഓസ്ട്രേലിയൻ റോക്കറ്റായ എറിസ് ഓർബിറ്റൽ റോക്കറ്റ് ഗിൽമർ സ്പേസ് ഏജൻസി വിക്ഷേപിക്കും. ഈ മാസം അവസാനം 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ടെക്നോളജി കമ്പനിയായ നോർത്രോപ്പ് ഗ്രൂമനിൽ നിന്ന് US സൈന്യത്തിനായുള്ള വെതർ സാറ്റലൈറ്റ് അഥവാ കാലാവസ്ഥാ ഉപഗ്രഹമായ EWS OD-1 എന്ന സാറ്റലൈറ്റ് കാലിഫോർണിയയിൽ നിന്നും വിക്ഷേപിക്കും. രണ്ടാമത്തത് ചൈനയുടെ ആസ്ട്രോയിഡ് സാമ്പിൾ റിട്ടേൺ ദൗത്യമായ ടിയാൻവെൻ 2 മിഷൻ വിക്ഷേപിക്കും.
ഇനി ഈ മാസം സംഭവിച്ചേക്കാവുന്ന ഏറ്റവും വലിയ സ്പേസ് ഇവൻ്റായ സൂപ്പർനോവയെ കുറിച്ച് നോക്കാം. ഭൂമിയിൽ നിന്ന് ഏകദേശം 3000 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ടി കൊറോണൈ ബൊറിയാലിസ് എന്ന ബൈനറി സ്റ്റാർ സിസ്റ്റത്തിലാണ് ഈ സൂപ്പർനോവ സംഭവിക്കുക. ഈ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ ഒരു വൈറ്റ് ഡ്വാർഫും ഒരു റെഡ് ജയന്റ് നക്ഷത്രവുമാണുള്ളത്. ഇതിലെ വൈറ്റ് ഡ്വാർഫ് നക്ഷത്രം റെഡ് ജയന്റിൽ നിന്നും ഹൈഡ്രജൻ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഈ വൈറ്റ് ഡ്വാർഫ് നക്ഷത്രം പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിയെയാണ് സൂപ്പർനോവ എന്ന് പറയുന്നത്. ഓരോ 80 വർഷം കൂടുമ്പോഴും സംഭവിക്കുന്ന പൊട്ടിത്തെറിയാണിത്. 1946 ഇത് അവസാനമായി സംഭവിച്ചത്. ഈ നക്ഷത്ര വിസ്ഫോടനം ഈ മാസം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ടി കൊറോണൈ ബൊറിയാലിസ് എന്ന നക്ഷത്ര രാശിയിലേക്ക് നോക്കിയാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ പൊട്ടിത്തെറി നമുക്ക് കാണാൻ സാധിക്കും. മെയ് മാസം അവസാനത്തോടുകൂടി ആകാശ നിരീക്ഷകർക്ക് പ്രധാനമായ ഹെർക്കുലീസ് ആൻഡ് ബൂട്ടീസ് പോലുള്ള മങ്ങിയ നക്ഷത്ര രാശികളെയും കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.